ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമുന്തിരി വെച്ചിട്ട് കിടില റെസിപ്പി കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനും ശ്രമിക്കുക. നമുക്കത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് കുറച്ച് പച്ചമുന്തിരി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടോ അത്ര എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അതിനുശേഷം ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് ഈ പച്ചമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കഴുകി ക്ലീൻ ആക്കി നല്ല ഡ്രൈ ആയതാണ്, വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മുന്തിരി ഇല്ല, അപ്പോൾ തുള്ളിട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. നമ്മൾ എത്ര മുന്തിരി എത്ര എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുത്തത്. ചാറ്റ് മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ചെറിയൊരു പീസ് നാരങ്ങ. അതും ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നാരങ്ങ പിഴിഞ്ഞിട്ട് ചെറിയൊരു പീസാണ്, കുറച്ച് മുന്തിരി ഉള്ളത് കൊണ്ട് ചെറിയ പീസ്. എല്ലാ പൊടികളാണെങ്കിലും എത്ര മുന്തിരി എടുക്കുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഒരു കളറിനും എല്ലാതും കൊണ്ട് എരിവും അധികം ഉണ്ടാവില്ല. ചാറ്റ് മസാല ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ പൊടികളും ആ നാരങ്ങയും പിഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ബോട്ടിൽ വേണമെങ്കിൽ ബോട്ടിൽ എടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ വേണമെന്നില്ല, എന്തായാലും നല്ല അടപ്പുള്ളത് വേണം എടുക്കാൻ. ബോട്ടിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എത്ര മുന്തിരി എടുക്കുന്ന അതിനനുസരിച്ചുള്ള പാത്രം എടുക്കണം. മുന്തിരി കുറച്ചാണെങ്കിൽ ചെറിയ പാത്രം എടുത്താൽ മതി. അല്ല കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് ഷേക്ക് ചെയ്യുമ്പോൾ അതിനിങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് വേണം. അതിനൊന്ന് ഷേപ്പ് പോകുമ്പോൾ എല്ലാം മിക്സ് ആവാനുള്ള സ്പേസ് വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രങ്ങൾ വേണം നമ്മൾ എടുക്കാൻ. അതിനുശേഷം ഒരു നുള്ള് പുതിനയിലയാണ് ഇട്ട് കൊടുത്തിട്ട് അത് ചെറിയ പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അതായത് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സെറ്റായിട്ട് മസാലയൊക്കെ ആ മുന്തിരിമ പിടിച്ചിട്ടുണ്ട്. മുന്തിരി ചില പച്ചമുന്തിരികൾ പുളിയിരിക്കും, ചിലത് മധുരം ഉണ്ടാവും, അല്ലെങ്കിൽ ഇളം മധുരം ഉണ്ടാവും. ഏത് മുന്തിരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വേറൊരു ടേസ്റ്റാണ്. ഉണ്ടാക്കിയിട്ട് ബാക്കി വരികയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാം കേട്ടോ. പുറത്ത് വെക്കരുത്. ബാക്കി വരികയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇത് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പച്ചമുന്തിരിയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഇപ്പോൾ മാങ്ങയുടെ സീസണിൽ, അപ്പോൾ മാങ്ങയൊക്കെ ഇതുപോലെ നമ്മൾ ഉപ്പിട്ടൊക്കെ കഴിക്കാറുണ്ട്. പച്ചമുന്തിരി വാങ്ങുമ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇനി പുളിയാണെന്ന് പറഞ്ഞിട്ട് മുന്തിരിയൊന്നും കളയാനും നിൽക്കണ്ട, ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.